ഒരു വശത്ത് പണ്ഡിതനായ രാവണൻ, മറുവശത്ത് എല്ലാം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന രാവണൻ. ഉള്ളിലൊരു രാക്ഷസൻ ഉണ്ടായിരുന്നെങ്കിലും രാവണൻ വളർന്നത് ഒരു ബ്രാഹ്മണ പിതാവിന്റെ ശിക്ഷണത്തിലായിരുന്നു. അദ്ദേഹം അവരെ വേദങ്ങളും രാഷ്ട്രതന്ത്രവും ദിവ്യാസ്ത്ര വിദ്യയും എല്ലാം പഠിപ്പിച്ചു. അതിന്റെ ഫലമായി രാവണൻ ഒരു വലിയ പണ്ഡിതനും പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തനുമായി മാറി. ശരി ഏതാണ് തെറ്റേതാണ് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു ഋഷിതുല്യനായ രാജാവായിരുന്നു അവൻ. പക്ഷേ സ്വന്തം അഹങ്കാരത്തിനും മോഹങ്ങൾക്കും മുന്നിൽ അവൻ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേയിരുന്നു. അവസാനം അവന്റെ ഉള്ളിലെ ഈ പോരാട്ടം തന്നെയാണ് അവനെ ആ ഏറ്റവും വലിയ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചത്, സീതയെ തട്ടിക്കൊണ്ടുപോവുക എന്ന മഹാപാപം. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ രാവണൻ തന്റെ ദുരന്തവിധി സ്വയം എഴുതി ചേർത്തു. അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടാവും, രാവണൻ വെറും ഒരു വില്ലനോ രാക്ഷസനോ ആയിരുന്നില്ല. അവന്റെ കഥ അതിനേക്കാൾ ഒരുപാട് സങ്കീർണവും ദുരന്തപൂർണവുമായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, വലിയ കഴിവുകളുണ്ടായിരുന്ന, വിപരീതങ്ങളുടെ സംഗമത്തിൽ നിന്ന് ജനിച്ച, വലിയ നേട്ടങ്ങൾക്കായി വിധിക്കപ്പെട്ട ഒരാൾ. പക്ഷെ അവന്റെ ജനനം തന്നെ അവന്റെ നാശത്തിനും കാരണമായി. അതായിരുന്നു രാവണന്റെ യഥാർത്ഥ ദുരന്തം. അപ്പോ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചു വരാം, ആ ചോദ്യത്തിലേക്ക്. ഒരാളുടെ വിധി അയാളുടെ ജനനം കൊണ്ട് തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണെങ്കിൽ അയാളുടെ പ്രവൃത്തികളുടെ പേരിൽ അയാളെ പൂർണ്ണമായും ഒരു വില്ലൻ എന്ന് മുദ്രകുത്താൻ നമുക്ക് പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണ്, അല്ലേ? ഫുൾ വീഡിയോ കാണാൻ ആശീർവാദം ചാനൽ സന്ദർശിക്കൂ.